ശ്രീ സനീഷ് കുമാർ ജോസഫ്. സർ, കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന അക്രമോത്സുകയും ലഹരി ഉപയോഗവും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. നിരോധിത ലഹരി ലഭ്യമാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും കുട്ടികളുടെ ജീവിത പരിസരം സുരക്ഷിതമാക്കേണ്ടതും സർക്കാരിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്. വരുന്ന അധ്യയന വർഷം മുതലെങ്കിലും സ്കൂളുകളിൽ ആഴ്ചയിൽ ഒരു പീരിയഡ് കുട്ടികളുടെ മാനസികാരോഗ്യം, ഡിജിറ്റൽ മീഡിയയുടെ ദുരുപയോഗം, ലഹരിയുടെ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളുടെ ബോധവൽക്കരണത്തിനായി മാറ്റിവെക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സർ, കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഹിംസയും അക്രമവും ഉണ്ടാകുന്നുണ്ട്. ഇക്കാര്യത്തിൽ ലഹരി ബോധവൽക്കരണ പരിപാടികളിൽ വളരെ ശ്രദ്ധയാണ് സർക്കാർ ചെലുത്തിയിട്ടുള്ളത്. ധാരാളം പദ്ധതികൾ അതിനായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരാഴ്ച മാറ്റിവെക്കുക എന്നതല്ല, തുടർച്ചയായി തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാ സ്കൂൾ തലങ്ങളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ജാഗ്രതാ സമിതികളിൽ പ്രധാനാധ്യാപകൻ, PTA പ്രസിഡന്റ്, MPTA പ്രസിഡന്റ്, സ്കൂൾ ലീഡർ തുടങ്ങിയിട്ടുള്ള അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആകെ പ്രതിനിധികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ജാഗ്രതാ സമിതി യോഗങ്ങൾ ചേരുന്നതിനും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ പുലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ വിശദമായിട്ടുള്ള മാർഗരേഖ ജാഗ്രതാ സമിതികൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ച് വിദ്യാലയങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ലഹരി ബോധവൽക്കരണത്തോടൊപ്പം തന്നെ കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനും ധാരാളം പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പമ്മ റിസോഴ്സ് ഗ്രൂപ്പായി രക്ഷിതാക്കളുടെ കൂട്ടായ്മ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 ഘടകങ്ങൾ ഉൾപ്പെടുത്തി. ഒന്ന്, അറിയുക, അതുപോലെ തന്നെ കണ്ടെത്തുക, അറിയിക്കുക, പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുക. ഇങ്ങനെ 3 ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രൈമറി, സെക്കൻഡറി തലങ്ങളിലെ എല്ലാ അധ്യാപകർക്കും അവധിക്കാല പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകർ മുഖേന കുട്ടികളെ ശാക്തീകരിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. അതുപോലെ തന്നെ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കാനും കുട്ടികളെ നിരീക്ഷിക്കുന്നതിനുമായിട്ട് എക്സൈസ് വകുപ്പുമായിട്ട് ചേർന്ന് സ്കൂളിൽ പ്രഹാരി ക്ലബ്ബ്, ചിൽഡ്രൻസ് ക്ലബ്ബ്, ആൻറ്റി നാർക്കോട്ടിക് ക്ലബ്ബ് എന്നിവ രൂപീകരിക്കുകയും ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ ജാഗ്രതാ ബ്രിഗേഡ് എന്ന നിലയിൽ 30 മുതൽ 50 വരെ കുട്ടികളുടെ ഗ്രൂപ്പ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ പ്രവർത്തനങ്ങളാകെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കലാകായിക ദന്ത സംരക്ഷണം ഉൾപ്പെടെയുള്ള ആരോഗ്യ പരിപാടികൾ, വ്യക്തിത്വ വികസന പരിപാടികൾ എന്നിവ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള തെളിവാനം വരയ്ക്കുന്നവർ, കരുതൽ, കവചം തുടങ്ങിയിട്ടുള്ള ധാരാളം ലഘുലേഖകളും പുസ്തകങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. അത് കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ജൂൺ 26-ന് ലഹരി വിരുദ്ധ പാർലമെന്റ്, ശിശുദിനത്തിൽ പ്രത്യേകമായിട്ടുള്ള അസംബ്ലി, ഒക്ടോബർ 2-ന് സംവാദ സദസ്സ്, ക്ലാസ് സഭകൾ, ജനുവരി 30-ന് എന്നിങ്ങനെയുള്ള വിപുലമായ പരിപാടികളാണ് നടത്തുന്നത്. ഏതെങ്കിലും ഒരാഴ്ച സംഘടിപ്പിക്കുക എന്നുള്ളതല്ല, അധ്യയന വർഷത്തിലുടനീളം ഇത്തരത്തിലുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും ലഹരിക്കെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ അധ്യാപകരെ എംപവർ ചെയ്യുന്ന തരത്തിലുള്ള പരിപാടികളും പൊതുവിദ്യാഭ്യാസ വകുപ്പും എക്സൈസ്, ആഭ്യന്തരം തുടങ്ങിയിട്ടുള്ള ആരോഗ്യം തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ശ്രീ സനീഷ്. സർ, ലഹരിക്കും അക്രമങ്ങൾക്കും നല്ലൊരു പ്രതിവിധിയാണ് സ്പോർട്സ്. പൊതുവിദ്യാഭ്യാസ വകുപ്പും കായിക വകുപ്പും തമ്മിൽ ഒരു ഊഷ്മളമായ ബന്ധമല്ല നിലവിലുള്ളത്. പൊതുവിദ്യാലയങ്ങളിലെ കളിക്കളങ്ങളുടെ നിർമ്മാണം, പരിപാലനം എന്നിവയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്ന സ്ഥിതി നിലവിലുണ്ട്. വകുപ്പുകൾ തമ്മിലുള്ള ഈ തർക്കം സംസ്ഥാനത്തിലെ പല നിർമ്മാണ പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. 2021-22 ബഡ്ജറ്റിൽ അനുവദിച്ച ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച ചാലക്കുടി ബോയ്സ് ഹൈസ്കൂളിലെ 5 കോടിയുടെ സ്റ്റേഡിയം നിർമ്മാണവും ഈ തർക്കത്തിൽ മുടങ്ങിക്കിടക്കുകയാണ്. ഈ തർക്കം പരിഹരിച്ച് സ്റ്റേഡിയം നിർമ്മാണത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സർ, ഒന്നാമത്തെ കാര്യം, ഒരു ചോദ്യത്തിൽ അദ്ദേഹം ഒരു ആരോപണം കൂടി ഉന്നയിച്ചു. അത് വസ്തുതാവിരുദ്ധമാണ് എന്ന കാര്യം ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പും കായിക വകുപ്പും തമ്മിലോ ഈ സർക്കാരിലെ ഏതെങ്കിലും വകുപ്പുകൾ തമ്മിലോ അത്തരത്തിലുള്ള ഒരു പ്രശ്നവും നിലനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, നല്ല ബന്ധമാണ് എല്ലാ വകുപ്പുകളും തമ്മിലുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ നേരത്തെ അതുകൊണ്ടാണ് ഈ നേരത്തെ വിശദീകരിച്ച പരിപാടികളെല്ലാം
വിവിധ വകുപ്പുകൾ ഏകോപനത്തോടു കൂടി നടപ്പാക്കിയിട്ടുള്ളതാണ്. അത് തന്നെ കാണിക്കുന്നത് എല്ലാ വകുപ്പുകളും സഹവർത്തിത്വത്തോടെ സഹകരണത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ചാലക്കുടി ബോയ്സ് സ്കൂളിലെ പ്രശ്നം അത് പ്രത്യേകമായിട്ടുള്ള പ്രശ്നമാണ്. അത് പ്രത്യേകമായിട്ടുള്ള ചോദ്യമായിട്ട് ഉന്നയിച്ചാൽ അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുന്നതാണ്.